കുസാറ്റിലെ അപകടം അത് സംഘാടനത്തിലെ പിഴവാണെന്ന് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ അന്വേഷണത്തിലും അത് കണ്ടെത്തുന്നതിനും ആ കാര്യങ്ങൾ ഔദ്യോഗികമായി റിപ്പോർട്ടാക്കുന്നതിനുമൊക്കെ വലിയൊരു ലാഗ്, ഒരു ഇഴച്ചിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇപ്പോൾ എന്തായാലും ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗുരുതരമായ പ്രശ്നമാണ്. 4 പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തുന്നു. സംഘാടനത്തിലെ പിഴവ് തന്നെയാണെന്ന് നേരത്തെ കണ്ടെത്തിയതാണ്. മറ്റെന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ റിപ്പോർട്ടിന്മേൽ ഇനി എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നതൊക്കെയാണ് അറിയേണ്ടത്. ജീഷ. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഏറെ വൈകിയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സിൻഡിക്കേറ്റിന്റെ ഉപസമിതി നൽകിയിരിക്കുന്നത്. കാരണം നവംബർ 25-നാണ് അപകടം നടക്കുന്നത്. അതിനുശേഷം 27-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. വളരെ വേഗത്തിൽ റിപ്പോർട്ട് നൽകണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചത്. എവിടെയെല്ലാമാണ് വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, ഇനി അത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, ആരെല്ലാമാണ് കുറ്റക്കാരായി ഈ അന്വേഷണ പരിധിയിൽ എത്തുന്നത് എന്നെല്ലാം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ 1-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ റിപ്പോർട്ട് ഡിസംബർ 1-ന് നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതനുസരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി അറിയിക്കുകയും എല്ലാം ചെയ്തു. അതിനുശേഷം 1 മാസത്തിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട്, അപകടം നടന്ന് 1 മാസം പിന്നിട്ട ശേഷമാണ് ആദ്യമായി സിൻഡിക്കേറ്റ് ഉപസമിതി പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ തുടർച്ചയായി ഉണ്ടായപ്പോൾ മാത്രമാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് സംഘാടനത്തിൽ പൂർണ്ണമായും തന്നെ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് സംഘാടനത്തിലെ ഈ പാളിച്ചകൾ സംബന്ധിച്ച്. അത് വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. സംഘാടന പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഉപസമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗം പ്രാഥമികമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രിൻസിപ്പലിനെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനെ കരുവാക്കാനുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നടന്നിരുന്നു. ഒപ്പം തന്നെ വൈസ് ചാൻസലറും എല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എല്ലാ കുറ്റവും പ്രിൻസിപ്പലിന് മാത്രമാണ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പലിന് മാത്രമാണ് എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇവിടെയും ഈ റിപ്പോർട്ടിലും പറയുന്നത് പ്രിൻസിപ്പലിന് വീഴ്ച സംഭവിച്ചു എന്നാണ്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ഈ കാര്യം വലിയൊരു തിരക്കുണ്ടാവുന്ന കാര്യം അറിയിച്ചില്ല എന്നായിരുന്നു ആദ്യം വൈസ് ചാൻസലർ അടക്കം പറഞ്ഞിരുന്നത്. എങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും രേഖകളും അതിന്റെ പേപ്പറുകളും എല്ലാം തന്നെ പുറത്തു വന്നു. അതിൽ കൃത്യമായി തന്നെ ഇങ്ങനെയൊരു തിരക്ക് സാധ്യതയുണ്ട്, അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള നടപടി. കാരണം പ്രിൻസിപ്പലിന് നേരിട്ട് കത്ത് പോലീസിന് നൽകാൻ കഴിയില്ല, അവിടെ രജിസ്ട്രാർ ആണ് കത്ത് നൽകേണ്ടത്. അങ്ങനെ രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് രജിസ്ട്രാർ ഇത് പോലീസിന് കൈമാറിയില്ല. അത് വലിയൊരു വീഴ്ചയായിരുന്നു. ഇവിടെ ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇത് കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ സാധ്യതയുള്ള നിശാസന്ധ്യയാണ് എന്ന കാര്യം ബന്ധപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നില്ല രജിസ്ട്രാറെ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ രജിസ്ട്രാർ ഓഫീസിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. കൂടുതൽ പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല സംഘാടനത്തിൽ പിഴവും വീഴ്ച പറ്റിയത് ആർക്കാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇനി അറിയേണ്ടത് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത്തരം സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടി ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഉമേഷ്, ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവങ്ങളിൽ പലപ്പോഴും യൂണിവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്ന, വൈസ് ചാൻസലറെ സംരക്ഷിക്കുന്ന, രജിസ്ട്രാറെ സംരക്ഷിക്കുന്ന, യൂണിയൻ നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണ സമിതികളെല്ലാം തന്നെ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അവിടെ പ്രതിക്കൂട്ടിലേക്ക് വരിക പ്രിൻസിപ്പൽ മാത്രമല്ല, രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ പ്രതിക്കൂട്ടിലേക്ക് വരും. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം പൂർണ്ണമായും തന്നെ വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറും ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ പങ്കാളിയായി മാറും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോലീസ് അന്വേഷണം പോലും പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പോലീസ് ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ അന്വേഷണം നടത്തുന്നതിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും 4 സമിതികൾ അന്വേഷണം നടത്തിയതിൽ 1 മാസത്തിന് ശേഷം സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവരിക പോലും ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ്, ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നത്. അവിടെയും അന്വേഷണം പൂർത്തിയായിട്ടില്ല. സബ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്കേതിക വിദഗ്ധരെ ചുരുക്കം പറഞ്ഞാൽ ഈ അന്വേഷണമൊക്കെ പ്രഹസനമായി ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ജീവൻ നഷ്ടമായവർക്കും പരിക്ക് പറ്റിയവർക്കും ഒക്കെ മാത്രം നഷ്ടമാണ്. വീഴ്ച പറ്റിയവരെയൊക്കെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും ഒക്കെ പലവിധ സംഘടനകളും പല ആളുകളും ഒക്കെ മുന്നോട്ട് വരും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്.